2016 മുമ്പ് പവർ കട്ട് ലോഡ് ഷെഡിങ് യാഥാർത്ഥ്യമായിരുന്നു സാർ. അന്നത്തെ സിനിമകൾ നോക്കിയാൽ മതി, അന്നത്തെ നമ്മുടെ ജീവിതം നോക്കിയാൽ മതി. അന്ന് 8 വയസ്സായ 2016 മുമ്പ് കേരളം ഇല്ല. എന്താണ് നിങ്ങളുടെ പദം എന്താ? 2016 താങ്കൾ ഒരു കാര്യം സമ്മതിക്കും, പവർ കട്ടും ഉണ്ടായിരുന്നോ? താങ്കൾ അത് പറയും. 2016 മുമ്പ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടായിരുന്നു. മുമ്പ് അല്ലല്ല 2016 മുമ്പ് LDFന്റെ മുദ്രാവാക്യം ഇരുണ്ട യുഗം. അപ്പൊ 2016 അച്യുതാനന്ദൻ ഭരിച്ചപ്പോ ഇരുണ്ട യുഗം, അച്യുതമേനോൻ ഭരിച്ചപ്പോ ഇരുണ്ട യുഗം, നായനാർ ഭരിച്ചപ്പോ ഇരുണ്ട യുഗം. 2016 ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നോ? പവർ കട്ട് ഉണ്ടായിരുന്നോ? ഞാൻ ഒറ്റ മിനിറ്റ് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കട്ടെ സാർ. ഞാൻ താങ്കളിലേക്കും വരാം, ഡോക്ടർ സമ്പത്തിലേക്കും വരാം, എന്നിട്ട് ഞാൻ ഇടവേളയിലേക്ക് പോകും. ഒറ്റ മിനിറ്റിൽ ശ്രീ എൻ ശ്രീകുമാർ ഇത് അവസാനിപ്പിക്കാം. നമ്മൾ തമ്മിലുള്ള ഇപ്പോൾ ഈ ഒരു കാര്യം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2016 മുമ്പ് പവർ കട്ട് ഉണ്ടായിരുന്നോ? ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നോ? എന്റെ ലാലാൻ ഉത്തരാ പറഞ്ഞത് ഉണ്ടായിരുന്നോ ഇല്ലയോ? താപവൈദ്യുത നിലയത്തിൽ നിന്ന് ഇപ്പൊ കറണ്ട് കേരളത്തിൽ വരുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ സത്യമല്ലേ? 1996 ലാലെ 1996 നിങ്ങൾക്ക് മനസ്സിലായില്ലേ? താപവൈദ്യുത നിലയത്തിൽ നിന്നും 266 മെഗാവാട്ട് വൈദ്യുതി മാടക്കത്ര ലൈനിൽ കൂടെയും, അതാ പറഞ്ഞ എന്റെ വീട്, എന്റെ തൃശ്ശൂർ ജില്ലയിൽ സമരം ചെയ്തവരാണ് CPM. പദ്ധതിക്കെതിരെ സമരം ചെയ്തവരാണ് CPM. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അന്ന് അല്ല ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, എനിക്കൊരു ഒരൊറ്റ വരി മതി പറഞ്ഞാൽ മതി. അതായത് 1996 ഇവിടെ നീണ്ട സമയം പവർ കട്ടിങ്, ലോഡ് ഷെഡിങ് എല്ലാം ഉണ്ടായിരുന്നു. പവർ കട്ട്, ലോഡ് ഷെഡിങ്, ഒരു 3-4 മണിക്കൂർ ഇൻഡസ്ട്രിയൽ പവർ കട്ട് പ്ലസ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് 1.5-2 മണിക്കൂറൊക്കെ ആയിരുന്നു അന്ന് ലോഡ് ഷെഡിങ്. ജി കാർത്തികേയൻ വിദ്യുത് ശക്തി മന്ത്രി, അത് കഴിഞ്ഞ് നായനാർ മുഖ്യമന്ത്രി. ആ സമയത്താണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ വിദ്യുത് ശക്തി മന്ത്രിയാകുന്നത്. കേരളത്തിൽ വിദ്യുത് ശക്തി മന്ത്രിയായിട്ട് മാനേജ്മെൻറ്റ് വൈദഗ്ധ്യത്തോടു കൂടി ഉള്ള ഒരു ഗവർണൻസ് കൊണ്ടിരുന്നത് ആ സമയത്താണ് വിദ്യുത് ശക്തി ബോർഡിൽ. അദ്ദേഹത്തിൻ്റെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അദ്ദേഹമായിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതും കൂടുതൽ അടുത്തിടപെടുന്നതും ഒക്കെ ആ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തെക്കുറിച്ച് അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്. അത് വെറുതെ ഞാൻ അന്നേരം അതൊന്നും എഴുതാൻ വേണ്ടി ഉപയോഗിച്ചതല്ല. പക്ഷേ മാടക്കത്ര എന്നൊക്കെ പറയുന്ന ലൈനുണ്ടല്ലോ, ആ ലൈൻ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് UDF ഗവൺമെൻറ്റിനോട് താല്പര്യമുള്ള ചിലരുടെ പറമ്പിൽ ഉയർന്ന മരങ്ങളൊക്കെ പോകേണ്ടി വരും, റബ്ബർ മരങ്ങൾ വെട്ടിക്കളയേണ്ടി വരും. അതുകൊണ്ട് അതുവഴി ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ ലാലേ ശ്രീകുമാർ. അതുവഴി മരങ്ങൾ വെട്ടിയിട്ട് ഡോക്ടർ സമ്പത്ത് എനിക്ക് ഒറ്റ തുടങ്ങിയിട്ടുണ്ട്. കൂടംകുളം പദ്ധതിയെ അതെനിക്കറിയാം. 2016 മുമ്പ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇവിടെ ഉണ്ടായിരുന്നു. അത് സമ്മതിക്കുക തന്നെയാണ് ശ്രീകുമാർ. ഇപ്പോൾ അതില്ല. അത് പറയുന്ന പരസ്യം വരുന്നതിനെ അവർ എതിർക്കുന്നു. ഇതാണോ നിങ്ങൾ ജനങ്ങളോട് പറയുന്നത്?